ഒരു അപ്കമിങ് ബ്രൈഡ് അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലോട്ട് ഒരു ക്രിസ്ത്യൻ ബേസ് ആണെങ്കിലും ഹിന്ദു ബേസ് ആണെങ്കിലും ഒരു കൾച്ചറൽ ബേസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലോട്ട് കൊണ്ടുവരുന്ന ഒരു ക്രീം കളറാണ്. ഒരു പേസ്റ്റൽ ടച്ച് ഫംഗ്ഷൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് ഹാൻഡ്ലൂമിൽ വീവ് ചെയ്തെടുത്തിരിക്കുന്ന എന്നാൽ ബേജ് കളറിനകത്ത് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ജെറിയുടെ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി, അതും ഫുള്ളായിട്ടൊരു ചെറിയ സിഗ് പാറ്റേൺ, അതായത് ഒരു ടിക്ക് പോലത്തെ ഒരു പാറ്റേണിലാണ് അതിൻ്റെ ഫുൾ സാരി വീവ് ചെയ്ത് വന്നേക്കുന്നത്. ഇപ്പം ഈ സാരിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, പലപ്പോഴും പല കസ്റ്റമേഴ്സും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ചോദിക്കുന്നത്, ഇത് കണ്ടോ, ഇതിനകത്ത് കെട്ടുപോലെ ഒരു കളർ വന്ന് നിൽക്കുന്നത് കണ്ടോ, അത് ഡാമേജ് അല്ല എന്നാണ്. ഇത് ഡാമേജ് അല്ല, ഇത് ആക്ച്വലി ഹാൻഡ്ലൂമിൽ ചെയ്തെടുക്കുമ്പോൾ ഈ സാരീസിൽ നാച്ചുറലായിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം ഹാൻഡ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീളത്തിലുള്ള നൂലുകൾ ചുറ്റി ഒരു ഡ്രമ്മിൽ വെച്ചതിന് ശേഷം ഹൊറിസോണ്ടലായിട്ട് ഷട്ടിൽ എന്ന് പറയും, കൈ വെച്ച് ഇങ്ങനെ എറിഞ്ഞ് അതിനെ ഒരു ഇത് വെച്ച് അടുപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എറിയുന്ന സമയത്ത് ചില നൂലുകളിൽ ടെൻഷൻ കൊണ്ട് പൊട്ടും. അപ്പോൾ പൊട്ടുന്ന സമയത്ത് അവരതിനെ രണ്ടും കൂടി എടുത്ത് നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോട്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എക്സ്ട്രാ നൂലുകൾ കട്ട് ചെയ്ത് കളയുമ്പോൾ അതിന് ചെറിയൊരു കെട്ടായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അല്ല, അത് ഹാൻഡ്ലൂം സാരിയാണെന്നുള്ളതിൻ്റെ തെളിവും കൂടെയാണ്. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ക്രീം ബേജ് കളറിൽ വന്നിരിക്കുന്ന സാരിയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് ഡബിൾ ബോർഡർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ചെറുതായിട്ടുള്ളൊരു ബോർഡർ, ലെഹർ ഡിസൈനും ജോമെട്രിക്കൽ പാറ്റേണിൻ്റെയും ഡയമണ്ട് ഡിസൈൻസും ഡോട്ട്സുമായിട്ട് വന്നിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ജാൽ ഡിസൈൻ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, അതായത് ജോമെട്രിക്കൽ പാറ്റേൺസിൽ നിന്നും വേറിട്ട് ജാൽ പാറ്റേൺസ് ആയിട്ട് നമ്മുടെ ട്രഡീഷണൽ ടെമ്പിൾ ആർക്കിടെക്ചറിനകത്തും കാഞ്ചീപുരത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ടെമ്പിൾസിലെയൊക്കെ പില്ലേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ ആ ഡിസൈൻസിനെ അച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ബോഡിയിൽ വന്നേക്കുന്നത് ഇച്ചിരിയും കൂടെ മോഡേൺ ഡിസൈൻ പാറ്റേണിലാണ് കേട്ടോ. ത്രൂ ഔട്ട് ദ സാരി ഇതുപോലെയാണ് വന്നേക്കുന്നത്. AK262 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. 29,599 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ഈ സാരി ഇത് ത്രൂ ഔട്ട് ദ സാരിയിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പം ബ്രൈഡൽ ലുക്കിന് ബ്രൈഡിനും അതുപോലെ തന്നെ വർക്ക് ചെയ്തെടുക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ തന്നെ ബ്രൈഡിൻ്റെ അമ്മയ്ക്കൊക്കെ ഉടുക്കാനാണെങ്കിലും അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാരി തന്നെയാണ്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് കേട്ടോ. ത്രൂ ഔട്ട് ദ സാരിയിൽ ഈ ഒരു ലുക്കാണ്. വൺ ലെയർ ഇട്ട് ഉടുക്കുവാണെങ്കിലും അടുക്കി കുത്തി ഉടുക്കുവാണെങ്കിലും ഡിസൈനർ ജ്വല്ലറീസിൻ്റെ കൂടെ, അതായത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറിലെ ഡിസൈനർ ജ്വല്ലറീസ്, അല്ലെങ്കിൽ നമുക്ക് എമറാൾഡ്, നമുക്ക് ഏതാണോ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നമുക്കൊരു മാല ഉണ്ട്, അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന എന്താണെന്ന് നോക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ചെയ്യാം. കുഞ്ഞ് പ്ലീറ്റ്സ് എടുക്കാനാണെങ്കിലും വൺ ലെയർ ഇട്ട് എടുക്കാനാണെങ്കിലും നല്ലതാണ്. ഇപ്പോൾ ബ്രൈഡ്സ് നല്ല ഭംഗിയുള്ള സിമ്പിൾ സാരീസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ഇനിയിപ്പോൾ ഇതിനെ ഒരു ഇച്ചിരി കൂടെ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നതും ബ്രൊക്കേഡ് വീവിങ് പാറ്റേൺ ആണ്. ഇതുണ്ട്, ദേശി ടെസറിൻ്റെ ആ ഒരു ബേജ് കളറാണ് ഈ സാരിയുടെ ബേസ് കളർ വന്നേക്കുന്നത് കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ ബ്രൊക്കേഡ് പാറ്റേണിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ഈ ഒരു ബ്ലൗസിനകത്തും നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ, ഇപ്പം ഡിസൈനർ ജ്വല്ലറിയാണ് നമ്മൾ ഇടുന്നത്, അപ്പോൾ നമ്മൾ അതിനകത്തൊരു ഗ്രീൻ ടിൻ്റാണ് കൊണ്ടുവന്നേക്കുന്നത്. സിമ്പിളായിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ ബ്ലൗസ് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കാണിക്കാതെ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ആ ബോർഡർ ഡീറ്റെയിലിംഗ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ബോഡിയിൽ ഈ ഒരു സിഗ്സാഗ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ബ്ലൗസിനകത്ത് ഇതിനകത്ത് സൂക്ഷിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫ്ലോറൽ ഡിസൈൻസ് കാണാം. വീഡിയോയ്ക്കകത്ത് കാണാമോ ഫ്ലോറൽ പാറ്റേൺസ്? അപ്പോൾ ആ ഫ്ലോറൽ ഡിസൈൻസിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇപ്പോൾ നമ്മളൊരു എമറാൾഡിൻ്റെ സ്ക്വയർ ചോക്കേഴ്സ് ആണ് ഇടുന്നത്. അപ്പോൾ ആ ഗ്രീൻ കളറിലെ ഫ്രഞ്ച് നോട്ട്സ് മാത്രം, കുഞ്ഞ് ത്രെഡ് ഫ്രഞ്ച് നോട്ട്സ് മാത്രം ആ പൂവിനകത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ആ സട്ടിലൊരു ഹൈലൈറ്റ് ഫീലിങ്ങിൽ കൊടുക്കാം. അല്ല, ഇപ്പോൾ പേളിൻ്റെ ഒരു ഹൈലൈറ്റ് മാത്രം കൊടുത്താലും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതാണ് എൻ്റെ സാരിയുടെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. AK262 എന്ന കോഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൂംസ് ഓഫ് ലക്ഷറി എന്ന പേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ഈ ഒരു പേജിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് യുണീക്ക് ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുള്ള പ്യുവർ മെറ്റീരിയൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഹാൻഡ് വർക്കുകളും ഹാൻഡ് പെയിൻറ്റഡുകളും അതുപോലെ ട്രഡീഷണൽ വർക്കുകളെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി ഈ സാരിയുടെ ഉൾവശം ഒന്ന് കാണണമെന്ന് ആഗ്രഹം പലർക്കും കാണുമായിരിക്കും കേട്ടോ. അപ്പം ഉൾവശത്ത് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ബോഡിയിൽ ലൂസ് യാൻസ് ഇല്ല, ഫുള്ളായിട്ട് ഹാൻഡ് വോവൺ ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ ആ ഒരു ഡിസൈൻ നിന്നിട്ട് അടുത്ത ഡിസൈൻ വരുന്നിടത്ത് മാത്രമാണ് ഇവിടെ ഒരു ലൂസ് യാൻസ് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ഹാൻഡ്ലൂമിൽ വീവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്.
അപ്പം ഈ സാരീസ് എല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്റ്റോക്ക് റെഡി ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്ത് പുതിയതായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ശങ്കർ റോഡിൽ ടുവേർഡ്സ് എടപ്പഴിഞ്ഞിക്ക് പോകുന്ന വഴിയിലുള്ള സ്റ്റോറിലാണ് റെഡി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അവിടെ ഇരുന്ന് തന്നെയാണ്. അപ്പം വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ പേഴ്സണലി നമ്മൾ സാരീസ് പിക്ക് ചെയ്യുന്ന സമയത്തും പ്രൈസ്ഡ് ആയിട്ടുള്ള സാരീസ് ഒക്കെ പിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കസ്റ്റമേഴ്സും ഫ്ലോറിൽ വരുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, ഓൺലൈനിലാകുമ്പോൾ നമുക്കത് പേടിക്കാനായിട്ടൊരു കൺസേൺ തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കുക, ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക, ലൈവായിട്ട് വീഡിയോ കോൾ വിളിച്ച് ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ കണ്ടിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു. വളരെയധികം ഡിമാൻഡിലുണ്ടായിരുന്ന ഒരു സാരിയുടെ കളക്ഷനാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ വീണ്ടും അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഈ കളേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ആ ഒരു ചോക്ലേറ്റ് പിങ്കും മെജന്ത കളറും, ബോട്ടിൽ ഗ്രീനും റാണി പിങ്ക് കോമ്പിനേഷൻ, ബ്ലാക്കും കുങ്കുമം റെഡും, മെറൂണും നേവി ബ്ലൂ. ഈ കളേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് കണ്ട വീഡിയോസൊക്കെ നമുക്ക് ഓൾറെഡി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് റെഡി സ്റ്റോക്കായിട്ട് നമ്മൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അല്ല, ഇത് ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സാരി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയും ചെയ്യാം കേട്ടോ. ലോവർ എൻഡിൽ ബ്രോഡായിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിങ്ങും അപ്പർ പോർഷനിൽ ചെറിയ ബോർഡേഴ്സുമായിട്ടാണ് ഈ കളക്ഷൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത്, കോഡ് ഞാൻ പല്ലുവിൻ്റെ പോർഷനിലായിരിക്കും, ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാവേ. കോഡ് വന്നിരിക്കുന്നത് KF എന്ന കോഡിലാണ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും അതുപോലെ തന്നെ നല്ലൊരു പ്രൈസ് റേഞ്ചിലുമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. അതായത് പല്ലു ഒരു കുങ്കുമം മെറൂൺ കളറിൽ ഒരു മെജന്ത ചേർന്നിട്ടുള്ള മെറൂൺ ഷോഡ്, ബോഡിയിൽ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു ഗോപി പാറ്റേൺസ്, നമ്മൾ ഷാങ്ക്ലിയേഴ്സിനകത്തൊക്കെ ക്രിസ്റ്റൽസ് ഹാങ് ചെയ്ത് കിടക്കുന്ന അതേ ഒരു പാറ്റേൺ സ്റ്റൈലിലാണിത് വന്നിട്ടുള്ളത്. ബൈസ്ക കോഡ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഫുൾ സാരി ഇതുപോലെ വരും. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ ഇങ്ങനെ വരും. ബ്ലൗസ് പീസ് ബ്രൊക്കേഡായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കോൺട്രാസ്റ്റ് കളറിലാണ് എൻ്റെ ബ്ലൗസ് പീസും വന്നേക്കുന്നത്. കോഡും പ്രൈസും എന്ന് പറയണേ ഗൗരി. ഇതാണ് എൻ്റെ KF 120. ആൻഡ് പ്രൈസ് റേഞ്ച് സൈറ്റിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ കളർ ഷെയ്ഡ് മെറൂൺ, അതായത് ഒരു വൈൻ ചേർന്നിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ത്രൂ ഔട്ട് ദ സാരിയിൽ. ഇതെല്ലാം ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ അപർണയാണ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? രണ്ടുപേരും ഉണ്ട്, ഗൗരി അപർണ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ ഷെയ്ഡ് 199 പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ. ഈ സാരീസ് എല്ലാം നമുക്ക് ഓൾറെഡി സൈറ്റിൽ അവൈലബിൾ ആക്കിയിരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരത്തെ അത് പ്രീ ബുക്കിംഗ് കാറ്റഗറിയിലായിരുന്നു, റെഡി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ സാരീസ് എല്ലാം തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഫുള്ളായിട്ട് ഗോൾഡൻ ജെറി ഫിനിഷിങ്ങിൽ കോൺട്രാസ്റ്റ് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് കുങ്കുമം മെറൂൺ കളറാണ്. എല്ലാം കോൺട്രാസ്റ്റ് ബ്ലൗസ് ആൻഡ് കോൺട്രാസ്റ്റ് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിരിക്കുന്ന സാരീസാണ്. റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ കളേഴ്സും ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് ആണ്. അപ്പം ഫസ്റ്റ് പെട്ടെന്ന് കയറി വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ. അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിൽ അല്ലാതെ നമുക്ക് റീറ്റെയിലിൽ വിസിറ്റ് ചെയ്താലും ഈ കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ റീറ്റെയിലിൽ വിസിറ്റ് ചെയ്താലും ഈ സാരീസ് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് പവർ ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്ന സാരീസ്. ട്രഡീഷണൽ വീവിംഗ് പാറ്റേൺ ബോർഡർ, ടെമ്പിൾ ബോർഡർ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ആൻറ്റിക് ഗോൾഡൻ കളറിൽ ഫുൾ ബോഡിയിൽ ജക്കാർഡ് ഫിനിഷിങ്ങോട് കൂടി ആൻഡ് റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ്. ആൻഡ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ലൈവ് ഫീലിങ്ങിലുള്ള നമ്മുടെ പച്ചയും റാണി പിങ്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. റാണി പിങ്ക് എന്ന് പറഞ്ഞാലും ഒരു ഇച്ചിരിയും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ അതിനകത്ത് കയറി വന്നിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. സാരി ഇങ്ങനെ വരും. അപ്പം ഇന്നത്തെ ഈ ഒരു സാരിയുടെ കളക്ഷൻ ജസ്റ്റ് ഫോർ 199 ആണ്. KF 120 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുക www.aham.store അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വിസിറ്റ് ചെയ്യുക. ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡെസ്പാച്ച് ഡേറ്റും കൂടെ ചെക്ക് ചെയ്യുക. കാരണം നമുക്ക് ഹൈ ഇതിലുള്ള പ്രോഡക്ട്സ് പ്രീ ബുക്കിങ്ങിലോട്ട് ആക്കുന്ന സമയത്ത് ഡെസ്പാച്ച് ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ചില കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെയാണ് എമർജൻസി റിക്വയർമെൻറ്റ് ഉള്ളവരാണെങ്കിൽ സ്പെഷ്യലായിട്ട് അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ യുണീക്ക് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ പ്യുവർ ഹാൻഡ്ലൂമിൻ്റെയും കൈത്തറിയുടെയും ഒക്കെ കളക്ഷൻസുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. ജോമെട്രിക് പാറ്റേണിൽ വന്നിട്ടുള്ള ചന്തേരി സാരി, അതും നല്ലൊരു കളർ കോമ്പിനേഷനിലാട്ടോ വന്നേക്കുന്നത്. ബോർഡിൽ യെല്ലോൻ്റെ ഒരു കോമ്പിനേഷനും അതുപോലെ റെഡിഷ് പിങ്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ചന്തേരി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. വേറെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ്. അപ്പോൾ ഇതിൽ ബോർഡറിൽ നോക്കുമ്പോഴത്തേനും കാന്തയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് മിഷ്യൻ കാന്തയാട്ടോ ചെയ്തേക്കുന്നത്. നമുക്ക് ബാക്ക് സൈഡിൽ ഈ ഒരു റണ്ണിങ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് മിഷ്യൻ കാന്ത ചെയ്യുമ്പോഴത്തേനുമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ലുക്കാണ് ബാക്ക് പോർഷനിലും വരുന്നത് നമ്മൾ ഹാൻഡ് കാന്ത ചെയ്യുമ്പോൾ. ഇത് മിഷ്യൻ കാന്തയാണ് ചെയ്തേക്കുന്നത്. ബോർഡറിലും നമ്മുടെ പല്ലുവിലും സെയിം ആ ഒരു കാന്തയുടെ ഒരു ഡീറ്റെയിലിംഗ് തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ബോർഡറിൽ സെരീൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ, കാന്തയുടെ ഒരു ഗോൾഡൻ സെരീൻ്റെ ഒരു ലുക്കാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ബോഡിയിൽ സ്ക്രീൻ പ്രിൻറ്റിൽ ജോമെട്രിക് പാറ്റേൺ ചെയ്തേക്കുവാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്, റെഡിഷ് പിങ്ക്. രണ്ട് നല്ല കളറാട്ടോ, മസ്റ്റേർഡ് യെല്ലോയിൻ്റെയും ഈ ഒരു കളർ കോമ്പിനേഷനും. ബോഡിയിൽ സെയിം ആ ഒരു ഫസ്റ്റ് കണ്ടതിൻ്റെ സെയിം ലുക്ക് തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. സ്ക്രീൻ പ്രിൻറ്റ് ബോർഡറിൽ മാത്രമുള്ള കളറിൽ മാത്രമേ വേരിയേഷൻസ് ഉള്ളൂ. കാന്തയുടെ ആ ഒരു ത്രെഡ് വീവിങ്ങും എല്ലാം കറക്റ്റ് ഷെയ്ഡിലാട്ടോ വന്നേക്കുന്നത്. ഇതാണ് പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആട്ടോ. ഇതാണ് ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഞാൻ വെയർ ചെയ്തേക്കുന്നതിൽ യെല്ലോ ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. RGD 225 എന്ന കോഡിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 4299 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ചെക്ക് ഇറ്റ്.